ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗ്രാമത്തിൽ, അതായത് എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് നമ്മളെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ 30-ാം മൈൽ ശ്രീ മേറ്റടിപ്പറമ്പ് മുത്തപ്പൻ മടപ്പുര ക്ഷേത്ര തിരുവപ്പന മഹോത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. 3 ദിവസമായി നടക്കുന്ന നമ്മുടെ ഉത്സവം നമ്മുടെ ഗ്രാമത്തിനെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന കലവറ നറുക്കൽ ഘോഷയാത്രയാണ് ഈ കാണുന്നത്. കുറ്റ്യാട്ടൂർ ശ്രീ കൂറുമ്പക്കാവ് ക്ഷേത്ര പരിസരത്തിൽ നിന്നാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കലവറ നറുക്കൽ ഘോഷയാത്ര നടക്കുന്നത്. നമ്മുടെ ഗ്രാമത്തിനെ സംബന്ധിച്ച് ഈ ഒരു ഉത്സവം വലിയ സന്തോഷം നൽകുന്നതാണ്. 75 വർഷങ്ങൾക്ക് അപ്പുറം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ക്ഷേത്രം. അതായത് മുത്തപ്പൻ്റെ കുന്നത്തൂർപ്പാടി പറശ്ശിനി അതൊക്കെ കഴിഞ്ഞാലുള്ള മുത്തപ്പൻ്റെ സാന്നിധ്യം നേരിട്ട് വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ 10-ാം മൈൽ മേറ്റടിപ്പറമ്പ് മടപ്പുര ക്ഷേത്രം. ഇവിടെ ഒരു കാഞ്ഞിരത്തിൻ്റെ ഇതുണ്ട്. അതിനടുത്താണ് മുത്തപ്പൻ്റെ സാന്നിധ്യം കണ്ടതായിട്ടാണ് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രം നിലവിൽ ആദ്യം ഒരു കാഞ്ഞിരത്തിൻ്റെ ഇതിലായിരുന്നു, പിന്നെ അത് ക്ഷേത്രമായി മാറി. അത് എല്ലാ വർഷവും ഈ മാർച്ച് 29-30 തീയതികൾ മലയാള മാസം ഒരു തീയതിയിലാണ് ഉത്സവം നടക്കുന്നത്. ഈ വർഷം 3 ദിവസമായിട്ട് വരുന്ന ഇതിൽ ഒരു സ്റ്റേജ് പരിപാടി അടക്കം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കലവറ നിറക്കൽ, അതായത് നാളെയും മറ്റന്നാളുമായി നടക്കുന്ന അന്നദാനത്തിലേക്ക് കലവറയിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ ഇവിടെയുള്ള മാതൃസമിതി അംഗങ്ങളും നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇത് ഇതിൽ പങ്കെടുത്ത നമ്മുടെ കുട്ടികളാണ്. കലവറയിൽ നടക്കൽ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ കുട്ടികളാണിത്. ഇവിടെയുള്ളവരും ഇവിടെ നിന്ന് പുറത്ത് വീടെടുത്ത് പോയവരൊക്കെ ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ഒരു ദിവസം വന്നു ചേരും. മുത്തപ്പൻ്റെ സാന്നിധ്യം, അതായത് കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒരു വിശ്വാസ രീതി തന്നെയാണ് മുത്തപ്പനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് നമ്മുടെ മുറ്റത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത് ക്ഷേത്രത്തിലേക്ക് വന്ന കലവറയ്ക്ക് വന്ന സാധനങ്ങളാണ്. ഇത് നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും അതിലേക്ക് ഭക്ഷണം തയ്യാറാക്കിയിരുന്നു. അത് കൊടുക്കുന്ന തിരക്കിലാണ്. ഇവിടെ എല്ലാവരുടെയും പേര് പറയണമെന്ന് വെച്ചാൽ വലിയ ഇതാണ്, കാരണം അത്ര അംഗങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ നാട് മുഴുവൻ ഈ 3 ദിവസം സന്തോഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു ക്ഷേത്രം ചെലുത്തുന്ന സ്വാധീനം എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലേക്ക് ഭക്ഷണം തയ്യാറാക്കിയിരുന്നു, അത് എല്ലാവർക്കും കൊടുത്തു. ഇത് ക്ഷേത്രത്തിൽ രാവിലെ നടന്ന ഗണപതി ഹവനമാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ വർഷവും രാവിലെ നടക്കുന്ന ആദ്യ ചടങ്ങാണ് ഗണപതി ഹവനം. ഇതിന് ശേഷം പുണ്യാഹം തളിച്ചുകൊണ്ട് ഉത്സവം ആരംഭിക്കുകയാണ്, കൊടിയേറ്റം ആരംഭിക്കുകയാണ്. ഇത് മുത്തപ്പൻ്റെ തിരുവായുധം വൃത്തിയാക്കി അത് പടിഞ്ഞാറ്റയിൽ, അതായത് ഇവിടെ രാവിലെ തന്നെ അതിൽ ശുദ്ധി കലശം നടത്തി അവിടെ സ്ഥാപിക്കും. അതിനുശേഷം കൊടിയേറ്റത്തോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഉത്സവം ആരംഭിക്കുകയാണ്. ഏകദേശം 4 മണിയോടുകൂടിയാണ് ഗണപതി ഹോമം തുടങ്ങിയത്. ഇത് മടയൻ്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കുകയാണ്. മടയൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ തന്നെ നമുക്ക് പറയാം. ഇന്നത്തെ കാലത്ത് മടയനായി ആചാരപ്പെടുവാൻ വേണ്ടി ചെറുപ്പക്കാർ മടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വൈഷ്ണവ്, അതായത് ഇവിടെയുള്ള മടയൻ്റെ തന്നെ മകനാണ്. അത് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടും ഈ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ സംബന്ധിച്ചിട്ടും വലിയൊരു ഭാഗ്യമാണ്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ആചാരം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് വരികയും ഒരു മടയനായിട്ട് എന്നും ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച വൈഷ്ണവനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം എത്രയോ ക്ഷേത്രങ്ങൾ ഈ വെളിച്ചപ്പാടിനാലും മറ്റും ഇല്ലാതെ പൂട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ഇത് മലയിറക്കൽ, അതായത് സന്ധ്യാ വെള്ളാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മലയിറക്കൽ ചടങ്ങാണ് നടക്കുന്നത്. ഇന്ന് വെള്ളാട്ടം, നാളെ തിരുവപ്പന വെള്ളാട്ടമാണ് നടക്കുന്നത്. സുരേന്ദ്രൻ, അതായത് വെള്ളാട്ടം കെട്ടുന്നത് സുരേന്ദ്രേട്ടനാണ്. വർഷങ്ങളായിട്ട് സുരേന്ദ്രേട്ടൻ തന്നെയാണ് കെട്ടുന്നത്.
ഇത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ചടങ്ങുകളാണ്. ഇതാണ് നമ്മുടെ കാഞ്ഞിരം. ഈ ഒരു ഇതിൻ്റെ അടുത്താണ് മുത്തപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുക്കിലാണ് പണ്ട് കാലത്ത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചത്. അതിനുശേഷം അതൊരു ക്ഷേത്രമായി മാറി. ആ ക്ഷേത്രം ഇന്ന് 75 വർഷത്തിന് മേലെ പഴക്കമുള്ളതായി. അതൊരു പുനരുദ്ധാരണത്തിലേക്ക് ചില മാറ്റങ്ങൾ വരുത്തുവാനുള്ള ഇത് ആണിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇത് ക്ഷേത്രത്തിലേക്കുള്ള അന്നദാനത്തിന് വേണ്ടിയുള്ള പച്ചക്കറികൾ, അതായത് മാതൃസമിതി അംഗങ്ങളോടുകൂടി നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി അന്നദാനത്തിലേക്കുള്ള പച്ചക്കറികൾ തയ്യാറാക്കുന്ന നമ്മുടെ നാട്ടുകാരിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഇവിടെയുണ്ട്. ഇത് വെള്ളാട്ടം, സന്ധ്യ വെള്ളാട്ടം ഇറങ്ങിയതിൻ്റെ ആ ഒരു തുടക്കമാണ്. ഇത് ഗുളികൻ ദൈവം, അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ തിരുവപ്പനയും വെള്ളാട്ടവും കൂടാതെ ഗുളികൻ്റെ സാന്നിധ്യവുമുണ്ട്. മന്ത്രഗുളികനാണിത്. മന്ത്രഗുളികൻ്റെ രാത്രിയുള്ള പുറപ്പാടാണിത്. ഇത് രാവിലെ നമ്മുടെ തിരുവപ്പന ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. തിരുവപ്പനയും വെള്ളാട്ടവും ഒരേ സമയം തന്നെ ഇറങ്ങുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം പറശ്ശിനിക്കടവിലാണ് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള ഇതുണ്ടായത്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗ്രാമത്തിൻ്റെ, നമ്മുടെ വീടിനടുത്ത് തന്നെ ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ടായത്, ഇങ്ങനെയുള്ളൊരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത് എല്ലാവർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം തന്നെയാണെന്ന് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും. കാരണം അതൊരു സന്തോഷമാണ്. കാരണം ദൂരെയുള്ള ആൾക്കാർ പോലും പറശ്ശിനിക്കടവിലും ഇവിടെ കുന്നത്തൂരൊക്കെ വന്ന് പോകുന്ന ഒരു സാഹചര്യത്തിൽ
നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ക്ഷേത്രം ഉണ്ടായത് ഒരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. മടയൻ, ആൾമടയൻ, കലശക്കാരൻ, അങ്ങനെ നിരവധി പേർ ഈ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മുത്തപ്പൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ആൾക്കാരാണ്.
ഇതിപ്പോൾ നടക്കുന്നത് പള്ളിവേട്ടയാണ്. രാവിലെ ഏകദേശം 7 മണിയോടുകൂടി തിരുവപ്പന വെള്ളാട്ടം മൂടി വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് വൈകുന്നേരം 5 മണി 5:30 വരെ ഉള്ള ഒരു സമയം. ആ ഒരു സമയത്ത് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും വന്ന് മുത്തപ്പനെ ദർശിക്കുകയും അന്നദാനം കഴിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് എല്ലാ വർഷവും ഉണ്ടാകുള്ളത്. ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ ഉത്സവത്തിൽ നടന്ന സ്റ്റേജ് പരിപാടിയുടെ വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.